ജൂലൈ 24 രക്തസാക്ഷിയും കന്യകയുമായ ബോൾസനയിലെ വിശുദ്ധ ക്രിസ്റ്റീന. ഒരു ധനിക കുടുംബത്തിലാണ് ക്രിസ്റ്റീന ജനിച്ചത്. വിശുദ്ധയുടെ പിതാവ് ടൈറിലെ ഗവർണറായിരുന്നു. അതീവ സുന്ദരിയായിരുന്നതുകൊണ്ട് തന്നെ വിശുദ്ധയ്ക്ക് 11 വയസ്സായപ്പോഴേക്കും പലരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവളുടെ പിതാവ് അവളെ വിഗ്രഹാരാധകരുടെ പുരോഹിതയാക്കുവാനാണ് ആഗ്രഹിച്ചത്. അതിനു മുന്നോടിയായി അദ്ദേഹം സ്വർണത്തിലും വെള്ളിയിലും നിർമ്മിച്ച വിഗ്രഹങ്ങൾ കൊണ്ട് ഒരു മുറി ഒരുക്കുകയും അവളോട് വിഗ്രഹങ്ങൾക്ക് സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വിവരണങ്ങൾ അനുസരിച്ച് ഒരിക്കലൊരു മാലാഖ ക്രിസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് അവളോട് പ്രഘോഷിക്കുകയും ചെയ്തു. ഭാവിയിൽ അവൾ അനുഭവിക്കേണ്ട സഹനങ്ങളെക്കുറിച്ച് മാലാഖ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതേ തുടർന്ന് ക്രിസ്റ്റീന തന്റെ മുറിയിലെ വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും അവയെല്ലാം ജനലിലൂടെ പുറത്തേക്ക് എറിയുകയും ചെയ്തു. അവളുടെ പിതാവ് അവളെ സന്ദർശിച്ചപ്പോൾ ആ വിഗ്രഹങ്ങൾ എവിടെയെന്ന് അന്വേഷിച്ചു. പക്ഷേ ക്രിസ്റ്റീന നിശബ്ദയായി നിന്നെങ്കിലും വേലക്കാരികൾ വഴി നടന്നതെല്ലാം അദ്ദേഹം അറിഞ്ഞു. അവിശ്വാസിയായിരുന്ന ഉർബാനൂസ് തന്റെ മകളുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി അവളെ ക്രൂരപീഡനങ്ങൾക്ക് വിധേയയാക്കി. പല അവസരങ്ങളിലും ദൈവം അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ വിഫലമാക്കി. പീഡനങ്ങളുടെ രീതി പല വിവരണങ്ങളിലും വ്യത്യസ്തമാണ്. ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ടുള്ള പീഡനം, തീ കൊണ്ട് പൊള്ളിക്കുക, ചൂളയിൽ നിർത്തുക, ചക്രത്തിൽ ബന്ധിപ്പിച്ച് പീഡിപ്പിക്കുക, പാമ്പിനെ കൊണ്ട് ആക്രമിപ്പിക്കുക, അമ്പുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുക തുടങ്ങി ക്രൂരമായ പല ശിക്ഷാരീതികളും അതിലുണ്ടായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം വിശുദ്ധ അതിജീവിച്ചു. അവളുടെ പിതാവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായിരുന്ന ഡിയോണും അവളെ ഉപദ്രവിക്കുന്നത് തുടർന്നു. ഒടുവിൽ വിശുദ്ധയെ ശിരച്ഛേദം ചെയ്ത് കൊലപ്പെടുത്തി. എന്തൊക്കെ സഹനങ്ങൾ ജീവിതത്തിലുണ്ടായാലും ക്രിസ്തുവിനെ പ്രതി അത് ഏറ്റെടുക്കുകയും രക്തസാക്ഷിയായി തീരുകയും ചെയ്ത വിശുദ്ധ ക്രിസ്റ്റീനായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.